മോർണിംഗ്. എന്തായി അവിടെ ഒരുക്കങ്ങൾ? നേരത്തെ നമ്മൾ കാണുമ്പോൾ അവിടെ ആൾക്കാർ ആരും വന്ന് തുടങ്ങിയിരുന്നില്ല. 9:30-ക്കാണല്ലോ സംസ്ഥാനതല ഉദ്ഘാടനം. അപ്പോൾ ഇപ്പോഴും അവിടെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയോ, തുടങ്ങുന്നുണ്ടോ, എന്താണ് അവസ്ഥ? മോത്തി, ഇവിടെ എല്ലാ ഒരുക്കങ്ങളും കോട്ടൺ ഹിൽ LP സ്കൂളിൽ പൂർത്തിയായിട്ടുണ്ട്. അതാണ് നമുക്ക് ആദ്യം ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ചെണ്ടമേളം തൊട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. കുരുന്നുകളൊക്കെ തന്നെ ഈ ഭാഗത്തേക്കൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ വലിയ ആകാംക്ഷയിലാണ്. സീരിയസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കുട്ടികളൊക്കെയാണ് നമുക്ക് ഇവിടെയൊക്കെ തന്നെ കാണാൻ കഴിയുന്നത്. അധികം ഒന്നുമില്ല, കുറച്ച് പേരൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അവരെ വരവേൽക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട്. നമുക്ക് ഈ പൂക്കൾ വെച്ചിട്ടുള്ള അലങ്കാരം, അതോടൊപ്പം ഈ കോട്ടൺ ഹിൽ സ്കൂളിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ക്ലാസ് മുറികളാണ്. അവരുടെ പാഠപുസ്തകത്തിൽ എന്തൊക്കെയാണോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതൊക്കെയാണ് ഇത്തരത്തിൽ ഈ ക്ലാസ് മുറികളിലുള്ളത്. ഈ ക്ലാസ് മുറിക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് തോന്നുന്നില്ലേ? ക്ലാസ് മുറിക്ക് പ്രത്യേകതയുണ്ട്. ക്ലാസ് മുറി മാറിയ പാഠപുസ്തകത്തിൻ്റെ സചിത്ര ലേഖനമാണ് ക്ലാസ് മുറി. എല്ലാ മുറിയിലും ഇങ്ങനെയാണോ? ഒന്നാം ക്ലാസ്സിലെ ക്ലാസ് മുറികളെല്ലാം മാറിയ 1-ാം ക്ലാസ്സിലെ ചിത്രങ്ങളെ ചേർത്ത് ആലേഖനം ചെയ്ത രൂപത്തിലാണ്. ഇത് ഇവിടുത്തെ ഹെഡ് മാസ്റ്ററാണ് TA ജേക്കബ്. നമ്മൾ രാവിലെ തൊട്ട് വന്നപ്പോൾ ആ ഗേറ്റിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. എല്ലാ കുട്ടികളെയും സ്വീകരിച്ച് അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ നൽകി, പേരൻസിന് വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ നൽകി അദ്ദേഹം ഇവിടെ സജീവമാണ്. പിന്നെ നമുക്ക് വേറെന്തൊക്കെയാണ് ഒരുക്കങ്ങളുള്ളത് ഇവിടെ അവരെ വരവേൽക്കുന്നതിന് വേണ്ടി? ചേരുന്ന 1-ാം ക്ലാസ്സിൽ ചേർന്ന മുഴുവൻ കുട്ടികൾക്കും പഠനോപകരണങ്ങളും ബാഗും കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും മധുരം. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത പൊതുവിദ്യാഭ്യാസം, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം വിഭാവനം ചെയ്യുന്ന ഹാപ്പി എഡ്യൂക്കേഷൻ ഏറ്റവും മികവോടെ കൊടുക്കുന്നു. എല്ലാ ഒരുക്കങ്ങളും അങ്ങനെ പൂർത്തിയാണ്. നമുക്ക് ഇങ്ങോട്ടേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് കിരീടവും ബാഗും പുസ്തകങ്ങളും ഒക്കെ തന്നെ ഇവിടെ റെഡിയാണ്. അതോടൊപ്പം സ്റ്റേജിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇതൊക്കെയാണ് കിരീടങ്ങൾ, പേപ്പർ കിരീടം. ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കിയതാണോ? ഉണ്ടാക്കിയതാണ്. നമ്മുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ടീച്ചർ ഉണ്ടാക്കിയതാണ്. നമ്മൾ മ്യൂസിക്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, ഇതെല്ലാം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഇതെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ കുട്ടികൾക്ക് അഡീഷണൽ സപ്പോർട്ടായിട്ട് കൊടുത്തുവിടുന്നു. അങ്ങനെ ഈ വരുന്നവർക്കെല്ലാം ഇതുപോലെ ഒരു കിരീടം കിട്ടും. കിരീടമൊക്കെ വെച്ചായിരിക്കും അവരെ ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുന്നത്. അതോടൊപ്പം ഇവിടെ ബാഗുണ്ട്, കളർ പെൻസിലുണ്ട്, ബുക്കുണ്ട്. അത്തരത്തിൽ അതൊക്കെ ഇവിടെ സജ്ജമാണ്. എല്ലാം തയ്യാറാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാണ്. ഇനി അവർക്ക് വരേണ്ട താമസം ഇങ്ങനെ അധ്യാപകരുടെയൊക്കെ കൈപിടിച്ച് അവർ ക്ലാസ്സിലേക്ക് ഇങ്ങനെ നടന്ന് കയറുകയാണ്. ഓരോരുത്തരൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ പുതിയ ഉടുപ്പും പുതിയ യൂണിഫോമും ഒക്കെ ഇട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് വലിയൊരു ആകാംക്ഷയും കൗതുകമൊക്കെ ഉണ്ടാവണം ഉണ്ട്. എല്ലാവരും ഇങ്ങനെ സീരിയസ് ആയിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഇരിക്കുകയാണ്. ആർക്കും തമ്മിൽ പരിചയമൊന്നും കാണില്ല പലർക്കും. അങ്ങനെ ചില കൂട്ടുകാരൊക്കെ സംസാരിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോ സീറ്റിലൊക്കെ ടീച്ചർമാരിങ്ങനെ ഇരുത്തി എല്ലാ ഒരുക്കങ്ങളും ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. എന്താ സീരിയസ് ആയിട്ടിരിക്കുന്നത്? എന്താ ചിരിച്ചൊക്കെ ഇരിക്കും. പുതിയ ഉടുപ്പൊക്കെയാണ്, പുതിയ ബാഗ്. എത്രല്ലാം മുമ്പ് പഠിക്കുന്നത്? വാച്ചൊക്കെ ഉണ്ടല്ലോ, പുതിയ വാച്ചുണ്ട്. പുതിയ കൂട്ടുകാരൊക്കെ വന്നോ? കൂട്ടുകാരെങ്കിലും ഒക്കെ വന്നോ? ആരും വന്നിട്ടില്ല. അവർക്ക് വേണ്ടി കാത്തിരിക്കാണോ? കൂട്ടുകാർക്ക് വേണ്ടിയൊക്കെ കാത്തിരിക്കുകയാണെന്ന് കേൾക്കുന്നില്ല. വലിയ ചെണ്ടമേളവും ശബ്ദമൊക്കെ. ഞാൻ തിരിച്ചു വരാം. ഈ ചെണ്ടമേളത്തിന്റെയും ആഘോഷത്തിന്റെയും ഒക്കെ അലയൊലികൾ അങ്ങനെ നടക്കട്ടെ.